നമസ്തേ. എല്ലാവരുടെയും ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകും. അതിൽ ചില സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മൾ തകർന്നു പോയല്ലോ, അല്ലെങ്കിൽ നമ്മളെ അടിച്ചമർത്തിയല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഞെരുക്കപ്പെട്ടു പോവുകയാണല്ലോ. ജീവിതത്തിൽ വളരെയധികം ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇനിയൊരു പ്രതീക്ഷ, അതിൻ്റെ ഒരു വെളിച്ചം ഇല്ല എന്ന് തോന്നുന്നതായിട്ടുള്ള സമയങ്ങൾ, ഇരുട്ടിൽ ഉഴലുന്നത് പോലെ ചിലപ്പോൾ അത് നമ്മൾ സ്വയം അതിലേക്ക് എത്തിപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ ചുറ്റിനുള്ള ചിലരുടെ പ്രവർത്തനം കൊണ്ട് നമ്മൾ അങ്ങനെ ആയിത്തീർന്നതായിരിക്കാം. ഈ വീഡിയോ പ്രധാനമായിട്ടും അത്തരത്തിൽ അടിച്ചമർത്തപ്പെട്ടു എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന, തകർക്കപ്പെട്ടു എന്ന് തോന്നുന്ന, ക്ലേശങ്ങളും ഞെരുക്കങ്ങളും അധികരിച്ച് ആയിരിക്കുന്നതായിട്ടുള്ള അവസ്ഥയിലൂടെ ആണല്ലോ ഞാൻ കടന്നു പോകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കായിട്ടുള്ളതാണ്. കാരണം ഈ ഒരു അടിച്ചമർത്തലിൻ്റെ, അല്ലെങ്കിൽ ഈ താഴ്ചയുടെ, ഇടർച്ചയുടെ, വീഴ്ചയുടെ സമയമെന്ന് പറയുന്നത്, ഈ ഇറക്കത്തിൻ്റെ സമയമെന്ന് പറയുന്നത് വരാനിരിക്കുന്ന ഒരു കയറ്റത്തിന് മുന്നോടിയായിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ഏറ്റവും അധികം നമ്മൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഡിപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഉയർച്ചയാണ് വരാനായിട്ടുള്ളത്. പക്ഷേ ഈ ഉയർച്ച എന്ന് പറയുന്നത് നമ്മൾ പാസീവായിട്ടൊന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. പ്രപഞ്ചം അതിനുവേണ്ടിയുള്ള ട്രാക്ക് നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ എഫേർട്ട് കൊണ്ട് വേണം നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക്, ആ ഒരു ചാനലിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് എൻ്റർ ചെയ്യുവാനായിട്ട്. അതിന് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ചില മാറ്റങ്ങൾ ചിലപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റിലായിരിക്കും, ലൈഫ് സ്റ്റൈലിലായിരിക്കും, അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയിലായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടുന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന അവസ്ഥയിലായിരിക്കും. എന്തു തന്നെയാണെങ്കിലും നമ്മളുടെ ഭാഗത്തു നിന്ന് ചില മാറ്റങ്ങൾ ആവശ്യമാണ് എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഞാനൊരു വിക്റ്റിമാണ്, അല്ലെങ്കിൽ ഞാൻ തകർക്കപ്പെട്ടവനാണ്, എന്നെ അവർ അടിച്ചമർത്തി, എന്നെ അവർ ആക്രമിക്കുന്നു, അങ്ങനെയുള്ള ഒരു മനസ്ഥിതിയിൽ നിന്ന് മാറുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം എപ്പോഴും ഞാൻ അടിച്ചമർത്തപ്പെട്ടവനാണ്, അടിമയാണ്, ആക്രമിക്കപ്പെട്ട ഒരു വിക്റ്റിമാണ് എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ തലച്ചോറും അതിനനുസരിച്ച് നമ്മൾ പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് പോകുന്നുള്ളതാണ്. നമ്മൾ കീഴ്പ്പെട്ടു പോകുമെന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ ശത്രുക്കൾക്ക് അടിപ്പെട്ടു പോകുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം നമ്മുടെ മനസ്സ് ഇമാജിൻ ചെയ്യുന്ന പല കാര്യങ്ങൾ, നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന പല കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ് എന്നാണ് നമ്മളുടെ തലച്ചോറ് കരുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തലച്ചോറ് വീണ്ടും വീണ്ടും ഞാൻ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണല്ലോ എന്ന് ഭയക്കുന്ന സമയത്ത് നമ്മുടെ പേടിയെ മറ്റുള്ളവർ നല്ല രീതിയിൽ തന്നെ മുതലെടുത്ത് നമ്മൾ അതിൽ പരാജയത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് പോകുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പേടിയെ മുതലെടുക്കാൻ അവസരം കൊടുക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വിക്റ്റിമാണ്, അല്ലെങ്കിൽ ഞാനാണ് ഈ സഹിക്കുന്ന വ്യക്തി എന്നുള്ള മൈൻഡ് സെറ്റ് അങ്ങ് മാറ്റിയിട്ട് ഞാനാണ് ഹീറോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ ഗ്രാജുവലി ഷിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ തന്നെ ട്രാൻസ്ഫോം ചെയ്യണം എന്നുള്ളതാണ്. പല സമയത്തും നമ്മുടെ ഭൂതകാലം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത്, നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ കഴിഞ്ഞ കാലത്തിൻ്റെ കഥ പറയുന്ന സമയത്ത്, അങ്ങനെ വ്യക്തിയുമായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പവർ, അല്ലെങ്കിൽ നമ്മുടെ വില കുറയുമെന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ പുതിയ കഥ രചിക്കുന്നതായിട്ടുള്ള വ്യക്തിയായിരിക്കണം എന്നുള്ളതാണ്. ഒരു കളിക്കാരനാകുന്നതിനപ്പുറത്തേക്ക് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കളി നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ നമ്മളെ തന്നെ വളർത്തണം, റേസ് ചെയ്യണം, അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ബിക്കോസ് പ്രപഞ്ചത്തിൽ ഇപ്പോൾ വളരെ ശക്തമായിട്ടുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പിന്നോട്ട് പോകുന്നില്ല, നമ്മൾ നമ്മുടെ എവല്യൂഷൻ, അല്ലെങ്കിൽ സ്പിരിച്വൽ എവല്യൂഷൻ എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന ആ ഒരു കാര്യം, അല്ലെങ്കിൽ അവേക്കനിങ്, അസെൻഷൻ, എന്ത് തന്നെയുമാകട്ടെ നമ്മൾ വിളിക്കുന്നത്, ആ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ നമ്മളെ തന്നെ പുറകോട്ട് നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഭൂതകാലം വിവരിക്കുന്ന സമയത്തല്ല, നമ്മുടെ കഥ മാറ്റി എഴുതുന്ന സമയത്താണ് നമ്മുടെ ജീവിതം മാറുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അടുത്തതായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് നമ്മളെ മറ്റുള്ളവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളത്. ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുപ്പമുള്ള നമ്മുടെ പാർട്ട്നേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയോ ആര് തന്നെ ആയിക്കോട്ടെ, നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. നമുക്കറിയാം നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും, ഞാനിത് ചെയ്യും. പക്ഷേ നമ്മളുടെ ടെമ്പററി ഈ സമയം ഇങ്ങനെ ആയതുകൊണ്ട് നമുക്കങ്ങ് ശരിയായിട്ട് വരാനായിട്ട് കുറച്ചും കൂടി സമയം വേണം. പക്ഷേ മറ്റുള്ളവർ ഈ സമയം വേണമെന്നുള്ള നമ്മുടെ ആ കാര്യത്തിനെ മനസ്സിലാക്കില്ല, ചിലപ്പോൾ അംഗീകരിക്കില്ല. അവർ നമ്മളെ എപ്പോഴും എന്ത് ചെയ്യും, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവൻ അങ്ങനെയാണ്, അവൻ പൊട്ടനാണ്, അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ്, അവൾക്ക് അതിനുള്ള കഴിവില്ല. ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് സ്വാഭാവികമായിട്ടും അതിലേക്കൊരു ചായ്വ് വരും. നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ ചിന്തിച്ചു പോകും, ഞാൻ അങ്ങനെയാണോ, എനിക്ക് കഴിവില്ലയോ, അല്ലെങ്കിൽ ഞാനൊരു മണ്ടനാണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിലുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇൻറ്റ്യൂട്ടീവ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടല്ലോ, നമ്മളെന്ന് പറയുന്ന, ഞാനെന്ന് പറയുന്ന ആ മനസാക്ഷി, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലിരുന്ന് സംസാരിക്കുന്ന ആ ഒരു ശക്തി, അതിനറിയാം കൃത്യമായിട്ട് ഞാൻ ഏതവസ്ഥയിലാണുള്ളത്, എങ്ങനെ പോകുന്നുള്ളത്. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ പുറത്തുനിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറി നമ്മുടെ തലച്ചോറ് അതിനെ ഓവർ അനലൈസ് ചെയ്ത് ചില സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഈ യഥാർത്ഥ ശബ്ദത്തിനെ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ശബ്ദം കുറഞ്ഞു പോവുകയാണ് ഈ കോലാഹലങ്ങൾ വരുന്നതുകൊണ്ട്. കാരണം നമ്മുടെ മനസ്സ് ഒരു സമൂഹത്തിൻ്റെ വേസ്റ്റ് കൊട്ട എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുമ്പം എല്ലാവരുടെയും വേസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വന്ന് കയറുകയാണ്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യണം,
എന്നുള്ളതാണ് ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മറ്റുള്ളവർ നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തോട്ടെ, നമുക്ക് അവരുടെ മുന്നിൽ പ്രൂവ് ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ ചില ആൾക്കാർ ചെയ്യും, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും, വളരെയധികം വിഷമത്തിലേക്ക് പോകും. എന്നിട്ട് അവർ ഒന്നും ചെയ്യാതെ ഒരു പാസീവായിട്ടുള്ള മൈൻഡ് സെറ്റോട് കൂടി അല്ലെങ്കിൽ നിസ്സംഗ ഭാവത്തിൽ ചരിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാനിങ്ങനെയാണല്ലോ എന്ന് അങ്ങനെ സ്വയം വിശ്വസിച്ച് പോവുകയാണ്. അത്രയും ശക്തിയുണ്ട് നമ്മുടെ സറൗണ്ടിങ്സിന് നമ്മളെ നിയന്ത്രിക്കുന്നതിൽ. പക്ഷേ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു സ്പാർക്ക് അല്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചില ആൾക്കാർ ചെയ്യുന്നൊരു കാര്യം, ഞാൻ അങ്ങനെയൊന്നും അല്ല എന്ന് കാണിക്കാൻ വേണ്ടി പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഞാൻ പറയുന്നത് ഇത് രണ്ടുമല്ല വേണ്ടത്. നിസ്സംഗമാകുന്ന അവസ്ഥയുമല്ല, പ്രൂവ് ചെയ്യുന്ന അവസ്ഥയുമല്ല. അതിനപ്പുറത്തേക്ക് എന്താണോ യഥാർത്ഥത്തിലുള്ള ഞാൻ, ആ ട്രാക്കിൽ കൂടെ പോവുക. അപ്പൊ പ്രൂവ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ അത് ഡിസ്ട്രാക്ഷൻ ആണ്. ഞാൻ പറയുന്നത് നമുക്ക് ഡിസ്ട്രാക്ഷൻ അല്ല, ഫോക്കസ് ആണ് വേണ്ടത്. നമ്മുടെ വളർച്ചയിൽ ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു, അല്ലാതെ മറ്റുള്ളവരുടെ വാലിഡേഷനിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്ന അവസ്ഥകളാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ പല രീതിയിലുള്ള ചിന്തകളും ഫ്രസ്ട്രേഷനും ഉണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഫ്രസ്ട്രേഷനെ ആക്ഷൻ ആക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചടികൾ വരുന്ന സമയത്ത് നമ്മൾ അതിനെ മറികടക്കാനായിട്ട് അതിനപ്പുറത്തേക്കുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ സ്കില്ല് നമ്മൾ വർദ്ധിപ്പിക്കാനായിട്ട് ഈ സാഹചര്യങ്ങളെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ജീവിതത്തിൽ ചിലപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് നമുക്ക് വരും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെ എൻ്റെ നിലവിലുള്ള വരുമാനത്തിനേക്കാൾ മുകളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ നമുക്ക് മറ്റെന്തെങ്കിലും രീതിയിലുള്ള ചലഞ്ചുകളായിരിക്കും വരുന്നത്. ബൗദ്ധികമായിട്ട് അല്ലെങ്കിൽ നോളജിൻ്റെ അടിസ്ഥാനത്തിൽ, സ്കില്ലിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഓവർകം ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ബൗദ്ധികമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നോളജ്, സ്കില്ലിനെയൊക്കെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെ മറികടന്നുകൊണ്ട് നമുക്ക് കൂടുതൽ ശക്തമായിട്ടുള്ള അവസ്ഥയിൽ നമ്മളെ എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെട്ട് തകർന്നു പോകാനുള്ള ഒരു അവസരമല്ല. അത് യഥാർത്ഥത്തിൽ ആക്ഷൻ, നമ്മുടെ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രഷർ പോയിന്റ് തന്നെയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, എല്ലാം പാറ്റേൺ ആണ്. ഡെയിലി ഡിസിപ്ലിൻ എന്ന് പറയുന്ന കാര്യം, ഈ പാറ്റേൺ, ഈ റൊട്ടീൻ ടാസ്കുകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ സ്ട്രിക്റ്റായിട്ട് നമ്മളെ തന്നെ വീർപ്പ് മുട്ടിക്കുന്ന രീതിയിൽ വെക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മുടെ വർക്ക് ഓരോ ദിവസം ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ എക്സ്പേർട്ടായിട്ട് വരുന്നു എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതെന്ത് രീതിയിലുള്ള വർക്കായിക്കോട്ടെ, ചിലപ്പോൾ ടീച്ചിങ് ആയിരിക്കാം, അല്ലെങ്കിൽ സെൽഫ് ഡിസിപ്ലിൻസോ എന്തു തന്നെ ആയിക്കോട്ടെ. അപ്പോൾ സ്വയം ചെയ്യുന്ന കാര്യമായാലും മറ്റൊരാളുടെ കീഴിൽ ചെയ്യുന്ന കാര്യമായാലും നമ്മൾ ചെയ്യാനുള്ള നമ്മുടെ സ്കിൽസ് വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ആ ഒരു റിപ്പീറ്റീഷനിലൂടെ, ആ ഒരു പാറ്റേണിലൂടെ നമ്മൾ കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറുക എന്നുള്ളതാണ്. കാരണം സ്മോൾ കൺസിസ്റ്റന്റ് ആക്ഷൻസ്, വളരെ ചെറുതായിട്ടുള്ളതും എന്നാൽ സ്ഥിരമായിട്ടുള്ളതുമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളെ വലിയ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അപ്പം നമ്മുടെ ഉയർച്ച എന്ന് പറയുന്നത് നമ്മുടെ റൊട്ടീനാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ചര്യകളാണ് ഒരു ആചാര്യനെ സൃഷ്ടിക്കുന്നത്. അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള ആളുകളിൽ നിന്ന് ഡിസ്റ്റൻസ് എടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മളെ ഗൂഢലക്ഷ്യങ്ങളോടുകൂടി നിരീക്ഷിക്കുന്നു എന്ന് തോന്നുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ എനർജീനെ ഡ്രെയിൻ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ കർമ്മത്തിനെ ചെയ്യാനുള്ള വിലപ്പെട്ട സമയത്തിനെ കവർന്നെടുക്കുന്നതായിട്ടുള്ള ആളുകൾ ഒരു ഉപകാരവും ഇല്ലാതെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റോങ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന്, നമ്മളെ ഉപദ്രവിക്കുന്ന, മാനസികമായിട്ട് ശാരീരികമായിട്ട് നമ്മളെ പ്രതിസന്ധിയിലാക്കുന്ന വ്യക്തികളിൽ നിന്ന് കൃത്യമായിട്ടുള്ള ബൗണ്ടറി വെച്ച് അകലം പാലിക്കുന്നത് നമുക്ക് വളരെയധികം നല്ലതാണ് എന്നുള്ളതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ താഴ്ത്തുന്ന സർക്കിളുകളെ ഒഴിവാക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ സറൗണ്ടിങ്ങിന് വളരെ ശക്തിയുണ്ട് എന്നുള്ളത് മറക്കാതെ ഇരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ താഴ്ചയുടെ ഘട്ടത്തിൽ നമുക്ക് പ്രധാനമായിട്ടും ഉണ്ടാകേണ്ട ഒരു അവബോധമാണ്, വിശ്വാസമല്ല. വിശ്വസിക്കാൻ ഞാൻ പറയില്ല, അവബോധം നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് ഈ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള അവസ്ഥ, അതായത് ഞാൻ ഇനിയും പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുക, അങ്ങനെ ഒരു യാത്രയില്ല, താഴേക്ക് തന്നെയായിട്ടൊരു യാത്രയില്ല. അപ്പം നമ്മൾ ഈ ഞെരുക്കത്തിൻ്റെ സമയത്തും അതിൻ്റെ പീക്ക് സ്റ്റേജാണ്, അല്ലെങ്കിൽ അത് അവസാനിച്ചു, ഇനി എനിക്ക് ഉയർച്ച എൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു, എൻ്റെ പ്രവർത്തികൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു അവബോധമായിട്ട് അത് മാറുമെന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ഈ പറയുന്ന ഞെരുക്കത്തിനെ മറികടക്കാനായിട്ട് സാധിക്കും. അവിടെ വിശ്വാസം, പ്രാർത്ഥന എന്നതിനപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ള അവബോധം, ബോധമണ്ഡല വികാസമാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ സമയം എത്തിയിരിക്കുന്നു. നിങ്ങളെ അവഗണിച്ചവരുടെ മുന്നിൽ നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഉയർച്ചയുടെ സമയത്തിലാണ്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. നമസ്തേ.